ശ്രീധർ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം ശാന്തി നിയമത്തിന്റെ പുതിയ ആണവോർജ്ജ നിയമത്തിന്റെ ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ ഒരു കോൺഗ്രസ് അംഗം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ കാര്യം, അദാനി ഗ്രൂപ്പ് ഒരു മാസം മുൻപ് ആണവ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു, ഒരു മാസം കൊണ്ട് രാജ്യത്തെ നിയമം പ്രൈവറ്റ് പ്ലെയേഴ്സിനെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാറ്റം വന്നു എന്നാണ്. ഇവിടെ ഇപ്പോ ആരവല്ലിയെ സംരക്ഷിക്കാനാണ്, പണ്ട് ഉള്ളതിനേക്കാളും കൃത്യമാക്കാനാണ്, അതിനൊരു മെക്കാനിസം കൊണ്ടുവരാനാണ് എന്നൊക്കെ പറയുന്നു. ആണവോർജ്ജ നിയമത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ എന്തിനാണ് ഇപ്പോ ഈ ആരവല്ലിയുടെ 90% പ്രദേശങ്ങളും ഖനനത്തിനോ നിർമ്മാണത്തിനോ മറ്റ് ആക്ടിവിറ്റികൾക്കോ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം വരുന്നത് എന്ന് ആലോചിച്ചാൽ അതിന് മറ്റു കാരണങ്ങൾ കാണുമോ, ഇതുപോലെയുള്ള കാരണങ്ങൾ കാണുമോ? ഞാൻ അദാനിയുടെ വിഷയത്തിലേക്ക് വരാം, കാരണം അതൊരു വളരെ ക്രിട്ടിക്കൽ വേറൊരു വിഷയമാണത്. ഒന്നാമത്തെ കാര്യം ഞാൻ CR പറഞ്ഞതിന് തുടർച്ചയായിട്ടെന്ന് പറയുകയാണ്. ഒരു മലനിരകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറ്റ്ലാൻഡ് ആയിക്കോട്ടെ, മലനിരകളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കടലിൽ എന്തുമാത്രം നമുക്ക് മീൻപിടുത്തത്തിന് വിടാം, ഈ വലിയ ഫിഷിങ്ങിനൊക്കെ വിടാം എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് സുപ്രീം കോർട്ടോ ഒരു കോർട്ടോ ആവാൻ പാടില്ല എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷണലി തെറ്റാണെന്നുള്ളതാണ്. അത് നമ്മളിവിടെ വെച്ചിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം അത് ഇത്ര വലിയ കോർട്ടിൽ നിന്നാണ് വന്നതെങ്കിലും നമ്മൾ വിമർശിച്ചേ പറ്റുള്ളൂ. കോർട്ട് അതായത് ഇതിൻ്റെ അകത്ത് പല വേർഷൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കമ്മിറ്റിയെ വെച്ചിട്ട് കമ്മിറ്റി പറയുകയാണ് 100 മീറ്റർ, കമ്മിറ്റി പറയുകയാണ് 2 മലനിരകൾക്ക് 500 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ അത് അരവല്ലി ആവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ ഇത്രയും നേരത്തെ എല്ലാവരും പറഞ്ഞു, പാരിസ്ഥിതികമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന പ്രത്യേക രീതിയിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പോലെയല്ലോ. ബിൽഡിംഗ് റൂൾസിൽ നമ്മൾ വയ്ക്കുമല്ലോ, ഇത്ര 3 മീറ്റർ 5 മീറ്റർ അങ്ങനത്തെ സംഭവമല്ലല്ലോ അത്. ഇത് സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മളുടെ ഈ വരകളിൽ വരച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ശാസ്ത്രീയ അടിത്തറ വേണം. അത് ജനകീയമായി തന്നെ ചെയ്യണം. കാരണം ശാസ്ത്രീയമായി തന്നെ ഒരു കണക്ക് വെച്ചാലും ജനങ്ങൾക്കത് പ്രശ്നമാണെങ്കിലും. അപ്പോൾ അതിനാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോർട്ടല്ല പോളിസിയും സ്കീംസും ഇത്തരത്തിലുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് പാർലമെൻ്റ് ഉള്ളത്. അത് ചർച്ചയ്ക്ക് വെക്കണം. അപ്പോൾ 100 മീറ്റർ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കണം നമ്മൾ 100 മീറ്റർ വയ്ക്കണം, എന്നാലേ ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലീഗൽ മൈനിങ് തടയണം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു വ്യവസ്ഥയായിട്ട് പാർലമെൻറ്റിൽ വെക്കുകയും ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുകയും ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. അതിന് മുമ്പ് തന്നെ ഇത് പബ്ലിക്കായിട്ട് വെച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കോർട്ട് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണെന്നുള്ളത് ഇവിടെ പറയേണ്ടി വരും. കാരണം കോർട്ടിന് ആ വകുപ്പില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ളത്, ഇപ്പോൾ ഇത് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ഞാനൊരു ഒരു വീടെടുക്കുക, നമ്മൾ എല്ലാവരും താമസിക്കുന്ന ഒരു പ്രദേശം എടുക്കുക. അപ്പോൾ ഒരു കള്ളൻ 1ാമത്തെ വീട്ടിൽ കയറി. കോർട്ട് പറയുകയാണ് ഈ കള്ളൻ എന്തായാലും കയറും, കാരണം ഇല്ലീഗലാണ്, അത് തെഫ്റ്റാണ്, കള്ളൻ എന്തായാലും കയറും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കള്ളൻ്റെ അടുത്ത് പറയാം നമുക്ക് ഒരു 100 വീട് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാം. കയറുകയാണെങ്കിൽ ഈ 100ൽ കയറിക്കോ, ബാക്കി കയറുന്നതാണ്. ഇതെന്ത് നിയമം? ഇതെങ്ങനെയാണ് ഒരു കോർട്ട് ഇന്ത്യയിൽ ചെയ്യുന്നത്? പാരിസ്ഥിതികമായിട്ടോ അല്ലെങ്കിൽ മോറലായിട്ടോ സാമൂഹികമായിട്ടോ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ? പല വകുപ്പുകളാണ് നമുക്കുള്ളത്. ശാസ്ത്രീയമായി ഉണ്ട്, പാരിസ്ഥിതികമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്, നിയമപരമായി നോക്കേണ്ടതുണ്ട്, മോറലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ കൃഷിക്കാർ മുഴുവനും റോഡിലിറങ്ങി 5000 ട്രാക്ടറാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇത്രയും പ്രഷർ ഇതിനകത്ത് കോർട്ടിൻ്റെ പുറത്തും ഗവൺമെൻറ്റിൻ്റെ പുറത്തും ഈ കമ്മിറ്റിയുടെ പുറത്തും ഇങ്ങനെ വരാൻ കാര്യം ഒരു തർക്കമില്ലാതെ, അത് BJPയുടെ ഇന്ത്യയിൽ മോഡി ഗവൺമെൻറ് വന്നിട്ട് പരിസ്ഥിതിയെ ഇത്രയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗവൺമെൻറ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഓർഡറിലൂടെയും നോട്ടിഫിക്കേഷൻസിലൂടെയും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പാർലമെൻറ്റിൽ പോലും വരാതെ 100 കണക്കിന് ഡെയിലി ഇറക്കി ഈ നാടിനെ നശിപ്പിച്ചിട്ടുള്ളത് ഈ 10-12 വർഷത്തെ സർക്കാരാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. ലക്ഷദ്വീപ് എടുക്കുക, അല്ല നമ്മുടെ ആൻഡമാൻ നിക്കോബാർ എടുക്കുക. എത്ര ഭീകരമായിട്ടാണ് അവിടെ ഈ എൻവയൺമെന്റൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. NGT എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ അഡാനിയുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം. അഡാനി ഈ ഒരു പീരീഡ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കുണ്ടായിട്ടുള്ള അവരുടെ ഒരു അവരുടെ ഒരു കമ്പനി ഉണ്ടല്ലോ, മെയിൻ ഒരു പ്രധാന കമ്പനി, ഈ സിമെന്റ് കമ്പനി, അവരുടെ പ്രധാന ഒരു സിമെന്റ് കമ്പനി ഉണ്ട്, ഞാൻ അതിൻ്റെ അംബുജ സിമെന്റ്സ്. 2022 അവർ ACC വാങ്ങിച്ചു. അപ്പോൾ അവരുടെ എക്സ്പാൻഷൻ മുഴുവൻ നടക്കുന്നത് ഈ പ്രദേശത്താണ്. അപ്പോൾ അവർക്കൊരു ക്രിട്ടിക്കൽ ലൈംസ്റ്റോൺ സിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലൈംസ്റ്റോൺ മൈനിങ് ഒരു ക്രിട്ടിക്കൽ പ്രദേശമായി അരവല്ലി മാറിയിട്ടുണ്ട്.
ഇതല്ലാതെ വേറെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത്തരം സ്റ്റേക്കുകൾ, രണ്ടാമത് ഞാൻ ഇത് മാത്രമല്ല, പിന്നെ ഉള്ള ഇഷ്യൂസ് എന്താണ്? ഡൽഹി NCR നടക്കം ഹരിയാനയിൽ, നമ്മുടെ രാജസ്ഥാനിലെ എല്ലാ പ്രദേശത്തും ഈ അരവല്ലിയുടെ ഈ ഫുട് ഹിൽസിലാണ് ഏറ്റവും കൂടുതൽ ഫാം ടൂറിസം, വലിയ തരം. ഞാനിപ്പോൾ ഈ എടുത്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് മനസ്സിലായത്, വൻകിട ടൂറിസം, ചെറുതല്ല, വലിയ പാർക്കുകളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡെവലപ്മെന്റിന് ഭയങ്കര റോഡുകൾ പണിയുന്നു, ബ്രിഡ്ജുകൾ മൊത്തം തകർക്കുന്നു, ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ പുറത്ത് അവിടെ കേസുകളുണ്ട്. നമുക്ക് അതിന്റെ അത്തരത്തിലുള്ള എല്ലാ വയലേഷൻസും അനുവദിക്കുന്ന തരത്തിലാണ് ലീഗലൈസ് ചെയ്യാം. 100 മീറ്റർ, അതായത് താഴെ നിന്ന് 100 മീറ്റർ മലകൾ അരവല്ലി അല്ല, അതിന് മുകളിൽ അരവല്ലി ഉള്ളൂ. അവിടെ നിങ്ങൾ എന്തും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊരു ഫൂളിഷ്നെസ് ആണ്. ഫെസിലിറ്റേറ്റ് ചെയ്തത് ജയചന്ദ്രൻ പറഞ്ഞതിനകത്ത് ഒരു ന്യായീകരണവും ഇല്ല. കാരണം അത് ഫെസിലിറ്റേറ്റ് ചെയ്തത് ഈ കമ്മിറ്റിയല്ലേ.